വെരി ഗുഡ് ഈവനിങ് ഓൾ. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു ചത്ത അവസ്ഥയാണെന്ന് തോന്നുന്നില്ലേ. ഇപ്പോൾ കൈയടിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുന്നു പറയും. അപ്പോൾ എല്ലാവരും നല്ലൊരു കൈയടി വരുമോ? താങ്ക് യു. ചോദിച്ചു വാങ്ങലുടെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ നമ്മളിവിടെ ബിസിനസ് ഇൻസൈറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് ജെയ്ട്രേഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, അവാർഡ് കിട്ടുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും കാണുന്ന ആൾക്കൊക്കെ സന്തോഷം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിലേറെ സന്തോഷം നമ്മുടെ പ്രജു സാറിൻ്റെ മുഖത്താണ്. പുള്ളി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നില്ലേ, പുറത്തേക്ക് പോയി തോന്നുന്നു. അപ്പം ഞാനിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ജെയ്ട്രേഡ് NFP ഇതാണ് രണ്ട് കമ്പനി, ഞങ്ങളുടെ കമ്പനി. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്ന പലരും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. പലരും നമ്മൾ അങ്ങോട്ട് ഇപ്പം സുബിൻലാൽ സാർ ഉൾപ്പെടെയുള്ള പല ആളുകളും നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഇവിടെ നിന്നാണ് കാണാൻ പറ്റിയത്. ജെയ്ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു തന്നെ ഒരു സന്ദേശം, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം. ജെയ്ട്രേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എല്ലാവിധ ഫിനാൻഷ്യൽ സർവീസും കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട്. എല്ലാവിധ ഫിനാൻഷ്യൽ സർവീസുകൾ, ലീഗൽ സേവനങ്ങൾ, അതുപോലുള്ള സർവീസുകളൊക്കെ ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 200ഓളം ഫ്രാഞ്ചൈസികൾ നമുക്ക് ഓൾ കേരള ഉണ്ട്. നമ്മളിപ്പം ഏതൊരു സംരംഭകരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ജെയ്ട്രേഡിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് ഏതൊരു ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിന് വേണ്ടിയുള്ള മൂലധനം നമ്മൾ ഇപ്പം ബാങ്കുകൾ വഴി അല്ലാതെയും ഇപ്പം നമ്മൾ ഓൺ ഫിനാൻസ് വരുന്നുണ്ട്, നമ്മുടെ നിധി ലിമിറ്റഡ് വഴിയും. അതുപോലെ ഇനി അതല്ല ഇക്വിറ്റിയിലേക്ക് നല്ല കൺസെപ്റ്റുകളാണെങ്കിൽ നല്ല ബിസിനസ്സുകാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ കേരളത്തിലുടനീളം 1 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിന് സർവീസ് കൊടുത്തു കഴിഞ്ഞു. ഇവിടെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യം, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമുകളൊന്നും ആളുകളിലേക്ക് ഫലപ്രദമായിട്ട് എത്തുന്നില്ല. ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്കീം ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന. നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ജെയ്ട്രേഡിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. നമ്മൾ തന്നെ ഏകദേശം 50,000-ഓളം ആളുകൾക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് മുദ്രാ ലോണിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട്സും അതുപോലെ ഗൈഡ് ലൈൻസും കൊടുത്തു കഴിഞ്ഞു. ഈ മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള ബിസിനസ് ലോണുകളൊന്നും പലപ്പോഴും പല ആളുകളിലേക്ക് എത്തുന്നില്ല. ഇത്തരം ഇവൻറ്റുകളിലൊക്കെ വരുന്ന ആളുകൾ എപ്പോഴും ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് അവയർനെസ് ഉള്ള ആളുകളായിരിക്കും. എന്നിരുന്നാലും പല ആളുകളും ഞങ്ങൾ തന്നെ ഒരു NFB എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60ഓളം ഡീലർഷിപ്പുകൾ ഓൾ കേരള വന്നിട്ടുണ്ട്. ആ ഒരു NFB എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് EV, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് സൈക്കിൾ, സോളാർ എനർജി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയാണ്. നോർത്ത് കേരളയിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ NFBയൊക്കെ ഞങ്ങൾ ഈ 2 കമ്പനിയിലൂടെയും ഇവിടെ വരുന്ന ഓരോ എൻ്റർപ്രനറിനോടും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളുടെ ബിസിനസ് മോഡലിനെ ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞങ്ങളുടെ NFB എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടിയിട്ട് വെറും 5 ലക്ഷം രൂപ, അതായത് ഒരു ഓട്ടോറിക്ഷ വാങ്ങുന്ന എമൗണ്ടിനാണ് നമ്മളൊരു ഫ്രാഞ്ചൈസി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് പലരും ബിസിനസ് തുടങ്ങും, പലരും ആ ബിസിനസ് ഒരു 2-3 വർഷം കൊണ്ട് ഷട്ട് ഡൗൺ ചെയ്തു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റിങ്ങിന് വേണ്ടി വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അത് ബേൺ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നത്, നമ്മുടെ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളത് ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കൂടി ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴേ ശ്രമിക്കുക. ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, അത് എന്തോ ആവട്ടെ, ഒരു ജ്വല്ലറി ആവട്ടെ, ഒരു ടെക്സ്റ്റൈൽസ് ആവട്ടെ, അതൊരു ഫ്രാഞ്ചൈസി മോഡൽ കൂടി ചെയ്യാൻ നമ്മൾ ഇപ്പോഴേ, ഇപ്പം VKC ഉൾപ്പെടെയുള്ള കമ്പനികൾ ഒക്കെ പാൻ ഇന്ത്യ പോകുന്നത് ഈ ഫ്രാഞ്ചൈസിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നമ്മുടെ ഫേമിൻ്റെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു 2 വർഷം 3 വർഷം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് വളരെ ക്വാളിറ്റി ഉള്ളതാണ്, ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്ന ഒരു ടൂള് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു 3 വർഷമായിട്ട് മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടി വരുന്ന യുവാക്കളായിട്ടുള്ള പുതിയ ബിസിനസ്സുകാരെയൊക്കെ ഒരുപാട് ആളുകൾ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉൾപ്പെടെ ഇപ്പം ഒരു ബ്രാൻഡ് ഒരു 2-3 വർഷമായൊരു ബ്രാൻഡ് പ്രോഫിറ്റബിളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന
ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്തൊരു ബ്രാൻഡാണെങ്കിൽ അവരെ സൗജന്യമായിട്ട് അവർക്ക് 100 ബ്രാഞ്ച്, ഇപ്പോൾ കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും അവരവരെ ബ്രാൻഡിൻ്റെ പ്രസൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഈ ഒരു വേദിയിൽ നിങ്ങൾ ഓരോരുത്തരോടും, പലരും ഫ്രാഞ്ചൈസി ചെയ്യുന്ന ആളുകളുണ്ടാവും, അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് നമ്മൾ 1-2 ജില്ലകളിൽ ഒതുങ്ങി നിൽക്കാതെ അതിൽ ഫുൾ ടൈം നമ്മളതിൽ ഇൻവോൾവ് ആയി ഡേ ടു ഡേ ഓപ്പറേഷനിൽ നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് ആയി ബിസിനസ് റൺ ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ റൺ ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ പ്ലേസിൽ നമുക്ക് ഒരേ സമയം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രാഞ്ചൈസിങ്, ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളിപ്പം കുറച്ച് കമ്പനികൾക്ക് വേണ്ടി ഫ്രാഞ്ചൈസി കൺസൾട്ടിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കമ്പനീസിന് ഫ്രാഞ്ചൈസി, സ്വന്തം ബ്രാൻഡിനെ ഫ്രാഞ്ചൈസി ആയി മൾട്ടിപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കമ്പനിക്ക് നീഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജെട്രേഡിൻ്റെ കൗണ്ടർ പുറത്തുണ്ട്, അവിടെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ ബിസിനസ് അവാർഡുകളും ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് നേരത്തെ മുജീബ് സാർ പറഞ്ഞ പോലെ ഒരു ഐസ്ബർഗിലാണ് ഓരോ ബിസിനസ്സുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി ഇരുന്നാലും നമുക്ക് ഡേ ടു ഡേ നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത്രയും മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ബ്രെയിനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ബിസിനസ്സുകാരുടെ ഒരു അടുത്ത ചുവട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ കാണുന്നത്. ഇപ്പം പ്രജു സാറിനുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം ഈ വളരെ സക്സസ്ഫുള്ളായി ഇത്തരം ബിസിനസ് ആക്ടിവിറ്റി നടത്തുന്നതിലൂടെ ഒരുപാട് ബിസിനസ്സുകാർക്ക് ബിസിനസ് തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ബിസിനസ്സിൽ വരുമ്പം അത് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് ഇത്തരം പ്രോഗ്രാംസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കോഴിക്കോട് അടുത്തൊരു 1.5 മാസത്തിന് ശേഷം വലിയൊരു ബിസിനസ് ഇവൻറ്റ് നടത്താൻ ഇപ്പം ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. പ്രജു സാറിന് ഓൾറെഡി ഞങ്ങളത് അദ്ദേഹത്തോട് സംസാരിച്ചു. മേജറായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ബിസിനസ് തുടങ്ങുന്ന സംരംഭകനെ സംബന്ധിച്ച് അവനറിയാം ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കണം, ഏത് വിൽക്കണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് അപ്ഡേറ്റ് ചെയ്യണം, എന്താക്കണം എന്നൊക്കെ സംരംഭകർക്ക് ഓരോരുത്തർക്ക് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമുക്ക് വേണ്ടത് അല്ലാത്ത കുറച്ച് സപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ അതിന് ജെട്രേഡ് ജോബ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1000-ഓളം എംപ്ലോയീസിന് നമ്മൾ ജോലി കൊടുത്തു കഴിഞ്ഞു. കേരളത്തിലൊരു 10-25ഓളം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് നമ്മൾ മാൻ പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഹെഡ് പ്രവീൺ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ജോബ് കൺസൾട്ടൻസി ആണെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും ലീഗൽ സർവീസുകളാണെങ്കിലും ഒക്കെ ജെട്രേഡുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ EV ഇൻഡസ്ട്രിയിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NFBയും നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് ഇവിടെ എന്നെ ക്ഷണിച്ച പ്രജു സാറിനും അതുപോലെ തന്നെ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.